എന്റെ മാതാവേ, ഞങ്ങൾ എന്തൊക്കെയാണ് ഈ കാണുന്നത്? വിളിക്കാനുള്ളവരൊക്കെ വിളിക്ക്, പറയാനുള്ളവരോടൊക്കെ പറയും. നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഞെരിപ്പായിട്ട്. നമസ്കാരം. സത്യത്തിൽ മാധ്യമങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം രംഗത്തിറങ്ങുന്ന സാധാരണക്കാർ പഠിച്ചിരിക്കേണ്ട ഒരു പാഠമാണ് യദു എന്ന KSRTC എംപാനൽ ഡ്രൈവർ നമുക്ക് നൽകുന്നത്. രാഷ്ട്രീയം കലരുമ്പോൾ ശക്തിയുള്ള കരങ്ങൾ അതിൻ്റെ പിന്നിലേക്ക് എത്തപ്പെടുമ്പോൾ മാധ്യമങ്ങൾ പതിയെ പതിയെ പിൻവലിയും. കിട്ടിയതും മോഷണ കേസിൽ പ്രതിയായതും മിച്ചം. മേയറും യദുവുമായി ബന്ധപ്പെട്ട വിഷയം ഏതാണ്ട് 2 ആഴ്ചയോളം നീണ്ടു നിന്നതുപോലും മറ്റൊരു വിഷയവും ഇല്ലാത്തത് കൊണ്ടാണ്. അത് നന്നായി ഇപ്പൊ തോന്നുന്നില്ലേ സാറിന്? തമാശ യും നഗരത്തിന്റെ മേയറും ഒരു പാർട്ടി സംവിധാനവും ഒക്കെ എതിർഭാഗത്ത് നിർത്തി പോരാട്ടം നടത്തി വിജയിച്ചു എന്നതും ഈ ആവേശത്തിന് കാരണമായി. തീർച്ചയായും സാർ, ഇതിനൊന്നല്ല, സാറിന്റെ ഏത് പ്രവർത്തനത്തിനും ഞാൻ കൂടെയുണ്ട്, എന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട്. പക്ഷെ ഇപ്പോൾ ഏതാനും ദിവസങ്ങളായി മേയറെ കുറിച്ചോ യദുവിനെ കുറിച്ചോ ആരും ഒന്നും പറയുന്നില്ല. വേഷത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. അതായത് 5 പേർക്കെതിരെ കേസെടുത്തു എന്നാണ്. മേയറുടെ സഹോദരന്റെയും ഭാര്യയുടെയും പേര് പോലും ഇതുവരെ ചർച്ചയിൽ വന്നിട്ടില്ല. എന്തോ പണ്ട് നമ്മുടെ സ്നാപയോ എന്ന നാടകത്തില് സലോമിയായിട്ട് അഭിനയിച്ചൊരു പെണ്ണില്ലേ, അവളെ നീ ഏതേ കൊണ്ടുവന്നത്? അതെ, അവളെ വേണം. എന്തിന്? നമ്മുടെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ. എന്താ അവളുടെ പേര്? ബ്യൂട്ടിഫുൾ നെയിം, നല്ല സ്മാർട്ട് കുട്ടി, ആര് കണ്ടാലും കൊതിക്കും, വലിയ ആൾക്കാർക്കാര്യ. പിന്നെ ഈ കുട്ടി ഏത് കോളേജ് പഠിക്കുന്നു? കോളേജോ? അതിന് മാത്രമായിട്ട് അയക്കണോള് ഓൾ നഴ്സറിയിലല്ലേ. എന്ന് മാത്രമല്ല, മറ്റൊരാൾ ആരാണ്? 5 പേരുണ്ടായിരുന്നു. ആരാണ് കാർ ഓടിച്ചിരുന്നത്? ഇവരൊക്കെ എവിടെയാണ് ഇരുന്നത്? ഇതൊന്നും ഇതുവരെ വേണ്ടതുപോലെ ചർച്ചയായിട്ടില്ല. ദൈവമേ, മൂർഖനെയാണല്ലോ. ഒരു കൈവതം നാറ്റുകരുത്. എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് പൊറിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. കാറ് തടഞ്ഞതും റോഡിലിറങ്ങിയതും ബഹളം വെച്ചതുമൊക്കെ മറ്റ് 2 പേരാണ്, മേയറുടെ സഹോദരനും മറ്റൊരു അജ്ഞാതനും. ഇവരൊക്കെ ആരാണ്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. 5 പേർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തു, അല്ലെങ്കിൽ കേസെടുപ്പിച്ചു യദു എന്ന ഡ്രൈവർ. പക്ഷെ പിന്നെ എന്തെങ്കിലും സംഭവിച്ചോ? വാസ്തവത്തിൽ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്താൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം. എന്തിന്? ആർക്ക് വേണ്ടി? ഞാൻ എപ്പോഴും പറയാറില്ല ഇവന്മാര് ഭൂർഷകളാണെന്ന്. ഇതാണ് നിയമം. ജാമ്യമില്ലാ വകുപ്പിലെ കേസിന്റെ പ്രത്യേകത, പോലീസ് സ്റ്റേഷനിൽ ജാമ്യം ലഭ്യമല്ല. ഒരാളെ അറസ്റ്റ് ചെയ്യുക, അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുക, കോടതി തീരുമാനിക്കും ജാമ്യം കൊടുക്കണോ വേണ്ടയോ. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന തോറ്റെന്ന് പറഞ്ഞ പോലെ. നീ നിന്റെ തലയാണ് ഉദ്ദേശിച്ചത്. ഇവിടെ എല്ലാ മനുഷ്യർക്കെതിരെയും എടുക്കുന്ന മാനദണ്ഡം ജാമ്യമില്ലാ വകുപ്പുണ്ടെങ്കിൽ അവരെ അപ്പോൾ തന്നെ ഓടിച്ചിട്ട് പിടിക്കുകയാണ്. നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന K. സുരേന്ദ്രനെ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ ഒരു ഭക്തജനങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്ത ആളാണ്. അതിന്റെ പേരിൽ ഏതാണ്ട് 1 മാസത്തിലധികം ജയിലിലടച്ചു. എന്താ നാളെ? ഇന്ന് മുതൽ നന്നായി ശരിയാവില്ലേ? നാളെ വെള്ളിയാഴ്ച ഞങ്ങൾ ഹിന്ദുസിന് നല്ല ദിവസമാണ്. അല്ല, വേണമെങ്കിൽ തന്നെ നന്നാവും. അത്രക്കായല്ലേ? ദിലീപ് ബലാത്സംഗ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന ആരോപണമാണ്. അതിന് പേരിൽ 85 ദിവസം ജയിലിൽ കിടന്നു. നാട്യാദി കലകളിൽ കലാതിലകം, പിടിവാശിക്കാരി, ഏത് രഹസ്യവും നിധി പോലെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുവാൻ മിടുക്കി. ആലോചിച്ച് നോക്കൂ, ഇതാണ് നിയമം. പക്ഷെ മേയറെ അറസ്റ്റ് ചെയ്യുന്നത് പോയിട്ട് ചോദ്യം ചെയ്യാൻ പോലും പോലീസിന് ധൈര്യമില്ല. അതേസമയം ഈ ചെറുക്കനെ ഇട്ട് വെള്ളം കുടിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുക. എന്താ എഴുതി കൊണ്ടുവന്നാലും അത് തഴയേണ്ടത്, എംടിന്റേത്, ബഷീറിന്റേത്. ഇതേ കുറച്ച് സ്റ്റാൻഡേർഡും വേറുള്ളടത്ത് വേണം കൊണ്ടേ കാണിക്കാൻ. എന്റെ അടുത്താണ് തെറ്റ്. നിങ്ങളെ കാണിച്ച എന്നെ ചവിട്ടണം. നമുക്ക് കാണാം. എന്താ എല്ലാം പറഞ്ഞാ? പറഞ്ഞു. അപ്പൊ പോണില്ലേ? ഇവനടുത്തൊക്കെ സംസാരിച്ച സമയങ്ങളെന്നെ.